ഡീസൽ വണ്ടി VDI ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. പിന്നെ 1.22 ഓടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ക്വാളിറ്റി വണ്ടി തട്ടുമുട്ട് ഫുള്ളാണ് വണ്ടി. അത്രയും ഗ്യാരണ്ടിയാണ് വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. 4,65,000 17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഓക്കെ, 4,65,000 അതും ഫുൾ ലോൺ. 2017 സിംഗിൾ ഓണർ. ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. 2,25,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. 2018 VD ഫുൾ ഓപ്ഷൻ ബാക്ക് വൈപ്പർ, അലൈവീല്, ABS, എയർ ബാഗ് ഒക്കെ വരുന്ന 1.10 കറക്റ്റ് ഓട്ട. അടിപൊളി വണ്ടി. പുത്തൻ സീറ്റ് കവർ, പുത്തൻ ടയർ, പുതിയ ഇൻഷൂർ, ഒന്നും പറയാല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,40 കൊടുക്കാം. 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ പൈസക്ക് എല്ലാവരും തപ്പി നടക്കുന്ന ജനപ്രിയ വണ്ടികൾ കിട്ടുന്ന നമ്മുടെ പാണ്ടിക്കാട്ടെ ലത്തുക്കാന്റെ റയ്യാൻ യൂസർ കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് ലത്തുക്കാണ്. ലത്തുക്ക, സ്വാഗതം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട്? സുഖം. ഇപ്പൊ എത്ര വണ്ടി കയറിയിട്ടുണ്ട്? ഇപ്പൊ ഒരു പോയിന്റ് 10-20 വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ അന്നാള് ചെയ്തതിൽ ഒരു 4-5 വണ്ടികളേ ഉള്ളൂ. വണ്ടി ഇപ്പൊ ബാക്കിൽ 2-3-4 വണ്ടി തന്നെ ഉള്ളൂ. അതൊക്കെ പുതിയത് ബാക്കിയൊക്കെ പുതിയ കയറിക്കുന്നല്ലേ. പിന്നെ എന്ത് വിശേഷം? വണ്ടിയിലൊക്കെ എങ്ങനെ കച്ചവടം ഉഷാറായിട്ട് പോകാം? എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് നല്ല വണ്ടി ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അതിന് പറ്റിയതാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എവിടുന്ന് കിട്ടുന്നേക്കാളും നല്ല വില വ്യത്യാസത്തില് ഇവിടുന്ന് നല്ല വണ്ടികൾ കിട്ടും. ചെണ്ട വണ്ടികളല്ല, അതും മൂപ്പര് ഫുൾ ഗ്യാരണ്ടി അടക്കമാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ല ലത്തുക? നമ്മളുള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും. വണ്ടി ആകുമ്പോ ചെറിയ കരുതലൊക്കെ ചില വണ്ടിക്ക് ഉണ്ടാവും. അത് ഇന്ന സംഭവം മേജർ ഉണ്ടെങ്കിൽ അത് പറയും. ഇപ്പൊ ഒരു ചെറിയ കരുതൽ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. അതിപ്പോ ഏത് വണ്ടിക്കും സ്വാഭാവികമായിട്ട് വരും. അതില്ലാത്ത വണ്ടി അതില്ല എന്ന് പറയും, അതുള്ളത് അതുണ്ട് എന്ന് പറയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീടാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാടിന് വണ്ടൂർ റോഡിലാണ്. ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? ഇവിടെ കാളങ്കാവാണ്. അതായത് പാണ്ടിക്കാട്ടിന് 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടാവും. ഇനിയിപ്പോ വണ്ടൂര് ആ ഭാഗത്തുനിന്നൊക്കെ വരുന്നുണ്ട്. വണ്ടൂർ 2 കിലോമീറ്റർ മുമ്പാണ്. ഓക്കെ, കാളങ്കാവ് നിസ്കാരപ്പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് നേരം കളയാതെ ഓരോ വണ്ടിയുടെ കാര്യങ്ങൾ. ഈ വണ്ടി ഫുള്ള് ലോണിൽ കിട്ടും. ലത്തുക്ക, ഇതൊന്ന് കാര്യങ്ങൾ പറഞ്ഞാല്. 2016-17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 17 റേസിനുണ്ട്. ഡീസൽ വണ്ടി, VDI ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 1.22 ഓടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും. ക്വാളിറ്റി വണ്ടി തട്ടുമുട്ട് ഫുള്ളാണ് വണ്ടി. അത്രയും ഗ്യാരണ്ടിയാണ് വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. 4,65,000 17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഓക്കെ, 4,65,000 അതും ഫുൾ ലോണില്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. മോഡൽ ഇത് നമ്പർ ആ വണ്ടിയാണ്. 2014 ലാസ്റ്റ് വണ്ടി. ഓക്കെ, GD ആണ് വണ്ടി. ഓപ്ഷൻ GD. 1.65 കിലോമീറ്റർ ആണ് അതിൽ കാണിക്കുന്നത്. അല്ല, നമ്മള് ആ കിലോമീറ്ററിൽ എടുത്ത വണ്ടി ഇഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. നമ്മളൊക്കെ വേറെ ലീവുകളുണ്ട്. ഇത് ഇങ്ങനെയുള്ള വണ്ടിയാണ് ഉള്ളത് നമ്മൾ പറയണം. അതാണ് ഇതിന്റെ കറക്റ്റ്. ഇത് റീ വണ്ടിയാണ്. ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. ഇത് എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 3,70,000 കൊടുക്കാം. 3,70,000. 14 GD ഡീസൽ 15 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഓക്കെ, ഇത് 2020-21 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 40,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഒരു റീപ്ലേസും ഇല്ല. A to Z കമ്പനി സർവീസ്. ഒരു റീപ്ലേസും ഇല്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ. നല്ല ക്വാളിറ്റി വണ്ടി. പുത്തൻ ടയർ, പുതിയ ഇൻഷൂർ, ഒന്നും പറയാല്ല. ഷോറൂം കണ്ടീഷൻ. നല്ല വില കൂടിയ സീറ്റ് കവർ, ഹൈ ക്വാളിറ്റി വണ്ടി. ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി. സെക്കൻഡ് ഓണറിൽ മാനുവല്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,45,000 രൂപയ്ക്ക് കൊടുക്കാം. 7,45,000 വണ്ടി കൊടുക്കാം. ആൾട്ടോ 800 നമുക്ക്. ഇത് എങ്ങനെയാണ് ലത്തുക മോഡല്? ഇത് 2015 വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വണ്ടി. മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. 70 സംതിങ് ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 1.85 വണ്ടി കൊടുക്കാം. 1.85 കൊടുക്കാം. അല്ല, ലോൺ 1.85
എന്തായാലും ഒരു 1.25 എന്തായാലും ലോൺ കിട്ടുമല്ലോ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. വീണ്ടും ഒരു ആൾട്ടോ 800 ഇവിടെ ആൾട്ടോ 800 നോക്കുന്നവർക്ക് ഇവിടെ ചാകര തന്നെ ഉണ്ട്. 5 പീസ് ഉണ്ടല്ലേ? 5 10 പീസ് ഉണ്ട്. 10 ഉണ്ട്. ബാക്കി എവിടെ ഉള്ള? ബാക്കി ഇവിടെ അവിടെ അതൊക്കെ ഗ്രേ കളർ അതൊക്കെ ഉള്ളിലാക്കണം. അതൊക്കെ നമ്മളെ വണ്ടിയാ. അത് ഉള്ളിലാക്കണം. 2 പീസ് റെഡ് കളർ ഒന്നും കൂടി ഉണ്ട്. അതിപ്പോ എത്തും ചെയ്യും ഇവിടെ സർവീസ് സ്റ്റേഷനിൽ പോയി. ഓക്കെ. ഈ ആൾട്ടോ 800 നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇവിടെയുള്ള റേറ്റിന് ഇത്രയും നല്ല വണ്ടികൾ എവിടുന്ന് കിട്ടൂല. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2014 VXI ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, അടിപൊളി സീറ്റ് കവർ, പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? VXI. ഇതിന് നമുക്ക് ലാസ്റ്റ് കൊടുക്കണ വില കേട്ടോ 1.95 കൊടുക്കാം. 1.95 കൊടുക്കാം VXI വണ്ടി. അപ്പൊ വാഹനം വിളിച്ചോ. 2008 വണ്ടി. അലവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചൻ ഫുൾ കണ്ടീഷൻ ആണ്. ഫുൾ ഗ്യാരണ്ടി. മെക്കാനിക്കൽ ഫുള്ള് വണ്ടി. ഒരു പുക കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി. AC കാര്യങ്ങളൊക്കെ ഫുള്ള്. മെക്കാനിക്കല് ടയർ അലവിയിലൊക്കെ ഉള്ള വണ്ടി. എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാല്ല. കാര്യമായിട്ടൊന്നും ചെയ്യാല്ല. ഇത് നമുക്ക് 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. ലോൺ കിട്ടും. 2000 ലോണ് മല്ലാണിത്. പിന്നെ സേട്ടുകളൊക്കെ അടുത്തറിയുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഇത് ഇപ്പോഴത്തെ ഒരു ആൾട്ടോടെയും ചോട്ടിലുള്ള പൈസ അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. ധൈര്യത്തിലെടുക്കാം. ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് ചെറിയൊരു ഓട്ടോറിക്ഷ പോണ ആളുകൾക്ക് അതിന്റെ പൈസ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടിന്റെ നാട്ടിൽ ഇറങ്ങിയ വണ്ടിയാണ്. ആളെ കൈകൊണ്ട് തൊട്ട് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ ഒറിജിനൽ ഓണർ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടിയാ. എന്റെ നാട്ടുകാരനാണ്. ഇവിടെ ചമ്പ്രശ്ശേരിയുള്ള ആളെ വീട്ടിൽ ഇറങ്ങിയ വണ്ടി. വണ്ടിന്റെ പുത്തൻ വണ്ടിമാര് 2009 പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടിയാ. ആവശ്യക്കാരൻ ഒന്നുമില്ല. മെക്കാനിക്കലി ഇഞ്ചനൊക്കെ ആകെ കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഇത് ഇവിടെ നാട്ടിൽ പുതിയ വണ്ടി ഇറങ്ങിയാണ്. മൂപ്പര ഡ്രൈവർ മാത്രം. മൂപ്പർക്ക് ഡ്രൈവിംഗ് പോലും അറിയില്ല. ഡ്രൈവർ മാത്രം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വിടുക, വീട്ടിൽ കൊണ്ടുപോയി വിടുക. അങ്ങനെ ഉപയോഗിച്ച വണ്ടി. എത്ര കൊടുക്കാം? 70 റുപ്യക്ക് കൊടുക്കാം. 70,000. 5 കൊല്ലത്തെ പേപ്പർ, പുതിയ ഇൻഷൂർ എല്ലാം വെച്ച്, പുതിയ ബാറ്ററി ഒക്കെ ക്ലിയർ ആണ്. 70 റുപ്യക്ക് കൊടുക്കാം. എനിക്ക് ഒന്ന് ചെയ്യാൻ എക്സ്പ്രസ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2021 രജിസ്ട്രേഷനിലെ 62,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ. കമ്പനി ഇഷ്ടം എടുത്തോട്ടെ. നമ്പർ പറഞ്ഞു കൊടുക്കളി. ഇവിടുത്തെ ഒരു വണ്ടിന്റെ നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. ഒക്കെ നമ്പർ ഉണ്ട്. KL71H 1150. ക്വാളിറ്റി വണ്ടി. ഇത് മാനുവൽ വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.80 ഫൈനൽ കൊടുക്കാം. 3.80 കൊടുക്കാം. 2021 രജിസ്ട്രേഷനിലെ 62,000 സിംഗിൾ ഓണർ വണ്ടി. ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി. 3.80 കൊടുക്കാം. കുറയോ? ഇല്ലാതെ 4 രൂപ ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ്. 3.80 പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാം. ലോൺ കിട്ടൂലേ? ലോൺ ഇത് ഒരു എന്തായാലും 3.5 ലക്ഷം കിട്ടും. നമുക്ക് ഫുള്ള് കിട്ടുമെന്ന് നോക്കാം. ചെറിയ എന്തെങ്കിലും മുടക്കി. ഇവിടെ ഒരു റിനോൾട്ടിന്റെ ഇത് പൾസ്. അല്ല, ഇത് കാണുന്നില്ല വണ്ടി ഏതാണെന്നില്ല. അത് 2013 ഒറിജിനൽ കേരള. നല്ല പുള്ളിങ്ങും കാര്യങ്ങളും. സ്വിഫ്റ്റിനെക്കായും പുള്ളിങ്ങുള്ള വണ്ടിയാണ്. ഡീസൽ 85ന്റെ ഡസ്റ്ററിന്റെ ഇഞ്ചനാണ് ഇതിന് വരിക. വണ്ടി അടിപൊളി വണ്ടിയാണ്. ഇത് 2.5 രൂപക്ക് നമുക്ക് കൊടുക്കാം. 2.5 രൂപ കൊടുക്കാം. 23 കിലോമീറ്റർ മൈലേജ് കിട്ടും. ലോണിന്റെ ഫുള്ള് കിട്ടുമെന്ന് അറിയില്ല. 2 ലക്ഷം റുപ്യ ലോൺ പ്രതീക്ഷിച്ചു തന്നെ. ഇതിൽ 23 മൈലേജ് കിട്ടും. നല്ല പുള്ളിങ് ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ബട്ടർ സ്റ്റാർട്ട് ആണ്. ബട്ടർ സ്റ്റാർട്ടിലാണ്. ഇവിടെ നിസാൻ സണ്ണി പരിചയപ്പെടാം. ഇതെങ്ങനെയാണ് മോഡല്? 2017 നമ്പർ ആയ വണ്ടി. 1.20 ഓട്ടം. ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ താഴെയുള്ള ഓപ്ഷൻ ആണ്. വണ്ടി ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. 17 മോഡല്. മെക്കാനിക്കൊക്കെ ഫുള്ളാണ്. ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2.60 ഇവിടെ നമുക്കൊരു റിഡ്സ് കാർ നോക്കാം. ഇത് ഡീസൽ വണ്ടിയല്ലേ? റിഡ്സ് ഡീസൽ 2013 അലവിയില് പുത്തൻ ബാറ്റിപ്പെട്ടി. ഇപ്പൊ മിനിയാന്ന് വെച്ചിട്ടുള്ളൂ. ആമറോണിന്റെ പുത്തൻ ബാറ്റി, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഒക്കെ തികഞ്ഞ വണ്ടി. മെക്കാനിക്കലി ഇഞ്ചന് കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. VDI വണ്ടി അലവിയിലൊക്കെ ഉണ്ട്. 13 മോഡല്. ഒന്ന് നോക്കാൻ 2.95 കൊടുക്കാം. 2.95 കൊടുക്കാം. ഓപ്ഷൻ VDI ഓപ്ഷൻ 4 പവർ വിൻഡോ, AC, പവർ സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് ആണ്. ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഫുള്ള് ഗ്യാരണ്ടി. 2.90 ആണ് ചോദിച്ചിട്ടുള്ളത്. 95 ആണ്. 20,000 റുപ്യ ഇപ്പൊ ഇറക്കിയിട്ടുള്ളൂ. പുത്തൻ ബാറ്റി. പിന്നെ ഇൻഷൂർ ഇപ്പൊ ഏറ്റവും ഫുള്ള് 5000 സംതിങ്ങിന് ഇൻഷൂർ അടച്ചു. പിന്നെ ഇപ്പൊ ഇനി മെക്കാനിക്കലി കാര്യങ്ങൾ സ്റ്റാരിംഗ് ബോക്സ് കാര്യമൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി 1 രൂപയുടെ പണിയില്ല വണ്ടി.
ആൾട്ടോ 800 വൈറ്റ് കളർ വരുന്ന വണ്ടി. എത്ര ഇത് മോഡൽ? 2017 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ 2,25,000 റുപ്യക്ക് ഫുൾ ലോണിൽ കൊടുക്കാം തന്നെ. ഓക്കെ. ഇത് ഓട്ടൊക്കെ കറക്റ്റ് ഓട്ടാണ്. 86,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ ഓട്ടാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ചെറിയതായിട്ടൊരു അരുതൽ ഈ പീച്ചതാ ഇവിടെ ചെറിയൊരു അരുതിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അല്ലാതെ കുറ്റി കാര്യങ്ങള് അങ്ങനത്തെ തട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാൻ കൂടുതൽ ഇവിടെ ഉള്ള വണ്ടികളിൽ റീപ്ലേസ് ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം ചോദിക്കാതെ എന്താ വെച്ചാല് മൂപ്പര് ഉള്ള പോലെ പറഞ്ഞു തരും കേട്ടോ. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മിററോ മറ്റോ എളിപ്പോയിട്ടുണ്ടെങ്കിൽ അതുവരെ പറഞ്ഞു തരും. ഇതിപ്പോ 2,40,45 വിൽക്കുന്നതാണ്. നമ്മള് 2,25 ഫുൾ ലോണിൽ ഇത് കയറ്റിട്ട് കൊടുക്കാം. വണ്ടി ഇഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക ഗ്യാരണ്ടി. സിൽവർ കളറിൽ വരുന്ന ഒരു ആൾട്ടോ ഉണ്ട്. ഇത് എങ്ങനെയാണ് മോഡല്? 2018 സിംഗിൾ ഓണർ. സെക്കൻഡ് ഹാൻഡ് സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസും ഉണ്ട്. ഒരു രൂപയുടെ മെക്കാനിക്കൽ വർക്ക് ഒന്നും ചെയ്യാൻ വേണമെങ്കിൽ ഒരു ബോഡി പോളിഷ് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല. ഒറിജിനാലിറ്റി ആണ്. ഒരു പെയിന്റ് ടച്ച് പോലും ഇല്ല. അത്രയും പക്ക. എത്ര കൊടുക്കാം? അത് നമുക്ക് 2,55 കൊടുക്കാം. 2,55 2018 വണ്ടിയാണ്. 2,55 സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി എടുത്തോട്ടെ നമ്പർ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ആൾട്ടോ കാർ അല്ല? അതെ. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2010 പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ. 1 രൂപക്ക് കൊടുക്കാം. ക്ലച്ച് ഡിസ്ക്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ മാറ്റാം. AC ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്താണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ അല്ല വാഗണർ നോക്കാം. ഇതെങ്ങനെയാണ് എത്തുക മോഡല്? ഇത് 2014 LXI. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചനൊക്കെ പക്ക ഗ്യാരണ്ടി ഉള്ള വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് നമുക്ക് 2,40,000 റുപ്യ കൊടുക്കാം. 2,45 വണ്ടി കൊടുക്കാം. 2014 വാഗണറാണ്. ഫുള്ള് ലോണ് കിട്ടൂല? ഫുള്ള് ലോണ് ശ്രമിക്കാം. ചിലപ്പോ 5 or 10 തരേണ്ടി ഒരു ബാക്കി ലോൺ ബാങ്കുകാരായിട്ട് സംസാരിച്ചിട്ട് കൺഫേം ചെയ്യാം. ഒരു 10-15 രൂപ അത്ര മാക്സിമം അത് ഇറക്കിയ വണ്ടി കൊണ്ടാ. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ ഒരു റിഡ്ജ് കാർ. ഇതെങ്ങനെയാണ്? അലോയ്സ് ഒക്കെ ഇത് നല്ല 58,000 റുപ്യന്റെ 4 പുത്തൻ അപ്പോളോടെ ടയർ, അലേവിയില് ടച്ച് സ്ക്രീന്, നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടി. 2012 1,20 സംതിങ് ഓടിയിട്ടുള്ള മെക്കാനിക്കൽ ഡീസൽ വണ്ടി. 20,000 റുപ്യന്റെ മെക്കാനിക്കൽ വർക്കൊക്കെ എല്ലാം കഴിച്ചു വെച്ചതാ. ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, സ്റ്റാരിംഗ് ബോക്സ് എല്ലാ വർക്കും കഴിച്ചു വെച്ച വണ്ടിയാണ്. ഒന്നും നോക്കാല്ലോ. 2012 വണ്ടി, അടിപൊളി വണ്ടി. എത്ര കൊടുക്കാം? 2,45 റുപ്യ കൊടുക്കാം. ലാസ്റ്റ്. ഇത് ശരിക്കും 75,000 റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. 13,000 റുപ്യന്റെ സെറ്റ്. നല്ല അടിപൊളി ലെതർ ഒറിജിനൽ സീറ്റ് കവർ, അടിപൊളി പുത്തൻ. നല്ല വിലയുണ്ട്. നല്ല കോസ്റ്റ്. 2,45 റുപ്യക്ക് കൊടുക്കാം. 2,45 ഓക്കെ. ഐറ്റം ഗ്രാൻഡ് ഡീസൽ വണ്ടി അല്ല? ഇത് എത്ര മോഡലാ? 2019 രജിസ്ട്രേഷനുള്ള 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി, സർവീസ് കാര്യം ഹിസ്റ്ററി ഒക്കെ റെഡിയാണ്. എവിടെ ഒരു റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. എവിടെ കൊണ്ടുപോയി എത്ര കൊടുക്കാം? നമുക്ക് 3,80,000 റുപ്യക്ക് വണ്ടി കൊടുക്കല. ഫുള്ള് ലോൺ കിട്ടോ? ലോൺ ഒരു 3.5 ലക്ഷം ഗ്യാരണ്ടിയാണ്. 2019 സിംഗിൾ ഓണർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. ഒരു ഡോറ് അവിടെ ചെറിയൊരു അരുതൽ വന്നിട്ട് ഒരു ചെറിയ വർക്ക് മാറിയിട്ടില്ല. ഇല്ലല്ല, ഒരു ഡോറിന് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,90 കൊടുക്കാം. 2,90 കൊടുക്കാം. ഓക്കെ. ഇത് ലോണ് എത്ര കിട്ടും? അത് 2,75 എന്തായാലും കിട്ടും. ലോൺ കിട്ടുമല്ലേ? ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. അപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയാണ്? ഇത് 2018 സെക്കൻഡ് ഓണറിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു റീപ്ലേസും ഇല്ല. ഇത് 2,85 നമുക്ക് കൊടുക്കാം. 2,85 കൊടുക്കാം. ഹൈ ക്വാളിറ്റി വണ്ടി. 30,000 കിലോമീറ്റർ ഓടിയ ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് മാറി. സിംഗിൾ ഓണർ വണ്ടി ഇപ്പൊ സെക്കൻഡ് ഓണർക്ക്. ബാക്കിയുള്ളത് നമുക്ക് ലോൺ ബാങ്ക് സംസാരിച്ച് ചെയ്യാം. അപ്പൊ കാണാൻ വിളിച്ചോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് മോഡൽ എങ്ങനെയാണ്? 2018 VD ഫുൾ ഓപ്ഷൻ, ബാക്ക് വൈപ്പർ, അലൈവീല്, ABS, എയർ ബാഗ് ഒക്കെ വരുന്ന 1,10 കറക്റ്റ് ഓട്ട. അടിപൊളി വണ്ടി. പുത്തൻ സീറ്റ് കവർ, പുത്തൻ ടയർ, പുതിയ ഇൻഷൂർ, ഒന്നും പറയാല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,40 കൊടുക്കാം. 6,40 കൊടുക്കാം. ഫുള്ള് ലോണും കിട്ടും. പരമാവധി കിട്ടും. ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. വില കുറച്ച് കൊടുക്കൂലേ?
വില കുറയാന്ന് പറഞ്ഞാൽ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ. കുറഞ്ഞ വണ്ടികൾ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ, അത് ക്വാളിറ്റി കൂടുതലാ, നല്ല ക്വാളിറ്റി. 2015 വണ്ടി, സിംഗിൾ ഓണർ. ഇതിന്റെ ഓട്ടം എത്രയാണോ? 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,01,000 വരെ കമ്പനി സർവീസാ. പിന്നെ 5,000 കിലോമീറ്റർ ഓടി, കറക്റ്റ് ഓട്ടം. 1,07,000 ആണ് ഓടിയിട്ടുള്ളത്. എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. വില കുറയോ? വില കുറയാനുള്ള ക്വാളിറ്റി കൂടുതലാണ്. പുത്തൻ ടയർ, പുതിയ ഇൻഷൂർ, തികഞ്ഞ വണ്ടിയാ. വില കുറഞ്ഞത് കിട്ടും, പക്ഷെ ഇത് ഹൈ ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ ഇറക്കാൻ എത്ര പൈസ വേണ്ടി വരും? ഇതിപ്പോ നമുക്കൊരു 1,70 വരെ കിട്ടും. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 2021 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. ഓട്ടോമാറ്റിക്കിന്റെ ആവശ്യക്കാർക്ക് ഒന്നും പറയാനില്ല. അതെ, വണ്ടി റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചപ്പ് ഉണ്ട്, ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാൻ? ഓട്ടോമാറ്റിക് ആണ്, ഫ്രണ്ടിൽ തട്ടേ മുട്ട അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4:30 വണ്ടി കൊടുക്കാം. 4:30 കൊടുക്കാം. എത്ര ഓട്ടോമാറ്റിക് ആണ്, അതാണ് കേട്ടോ. എത്ര പൈസ ഉണ്ട് ഇറക്കാം? 4 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ വാങ്ങാം. ഒരു 10-30 രൂപ. 2013 LXi ആണ് വണ്ടി. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. ഇഞ്ചറി ബോഡി കാര്യം റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. 13 മോഡലും ഉണ്ട്. എസ്റ്റില AC, സീറ്റ് കവർ, ടയർ കാര്യങ്ങൾ, ഇൻഷൂർ ഒക്കെ മൊത്തം ഇൻഷൂറും കാര്യങ്ങളും. LXiലാണ് വരുന്നത്. എങ്ങനെ? 2 ഡോർ പവർ വിൻഡോ. വണ്ടി വേറെ തട്ടിമുട്ട് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ഈ റൂഫിലേക്ക് ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ലുക്ക് നല്ല കാണുന്നുണ്ടല്ലോ വണ്ടിക്ക്. നല്ല ഒരു ചെറിയ പാർട്ടിക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അത്യാവശ്യം ഒക്കെ ഉണ്ട്. തികഞ്ഞ വണ്ടിയാ. 1 രൂപയുടെ പണിയില്ല. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. ഇത് നമുക്ക് 1,80 കൊടുക്കാം. 1,80 കൊടുക്കാം. 2013 വണ്ടി. ലോണും കിട്ടുമല്ലേ ഇത്? 1.5 ലക്ഷം റുപ്യ ലോണും കിട്ടും. അപ്പൊ 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് ആണ്. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും, നല്ല വണ്ടിയാണ്. എത്ര മോഡൽ ഇത്? 2013 ഒറിജിനൽ കേരള. 1.20 സംതിങ് ആണ് അതിൽ ഓട്ടം കാണുന്നുള്ളത്. കേരള വണ്ടിയാണ്. ഇത് നമുക്ക് 2.25 റുപ്യ കൊടുക്കാം. 2.25 കൊടുക്കാം. ഡീസൽ വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാല്, മോളെ ഭർത്താവിന് വേണ്ടി എടുത്ത വണ്ടിയാ. അപ്പൊ പെട്ടെന്ന് ദുബായ് പോയി. അപ്പൊ ഇവിടെ വെറുതെ എന്റെ കയ്യിൽ വണ്ടി ഉണ്ടായതുകൊണ്ട് ഇവിടെ നിർത്തി നോക്കാം. വീട്ടിൽ ആളില്ല, 2 മക്കളാണ്. ആ മക്കൾ മാത്രമേ ഉള്ളൂ. വേറെ വണ്ടി ഉപയോഗിക്കാൻ ആരുമില്ല. അപ്പൊ 2ാമത്തെ ഓണറുടെ പേരിൽ മാറിയിട്ടാണ് ഇവിടെ വെച്ചത്. സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡൽ 2019 ഡിസംബർ വണ്ടി. ചിലപ്പോ 20 രജിസ്ട്രേഷൻ ഉണ്ടാവും. 19 കൂട്ടിയാൽ മതി. 19 ഡിസംബർ വണ്ടി. 34,000 കിലോമീറ്റർ കമ്പനി സർവീസ്. കറക്റ്റ് ഓട്ടം. ഒരു റീപ്ലേസ് ഇല്ല. ഒന്നും 4 ഡോറ്, ഡിക്ക്, ബോണ്ട്, അതിന്റെ ഫുൾ ഗ്ലാസുകള് ഒന്നും റീപ്ലേസ് ഇല്ല. ഉണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ട് വരുന്ന ചെലവ് ഞാൻ കൊടുക്കും. കാരണം നോണ പറഞ്ഞ് നമ്മൾ ഒരാളെ വരുത്താൻ പാടില്ല. ഒരു റീപ്ലേസും ഇല്ല. കമ്പനി സർവീസ് ഉണ്ട്. നമ്പർ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് ഹിസ്റ്ററി എടുത്തോട്ടെ. ആവശ്യക്കാർ RCയുടെ കോപ്പിയോ കാര്യമാണെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ്? നമ്മൾ ഉദ്ദേശിക്കുന്ന 11.5 ലക്ഷം റുപ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. വണ്ടി കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ് കാര്യമൊന്നുമില്ല. കമ്പനി ഷോറൂം സർവീസും ആണ്. ഷോറൂം കണ്ടീഷനാണ്. ഉള്ളൊക്കെ എക്സ്ട്രാങ്ങൾ കണ്ടില്ലേ, ഉള്ളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ആകെ 34,000 കിലോമീറ്റർ. ഇത് ലോൺ എടുക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ലോൺ കയറും. 11.5 ലക്ഷം റുപ്യ ഇതിന് ലോൺ കിട്ടുന്നതാണ് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ബാങ്കിനായിട്ട് ബന്ധപ്പെട്ടപ്പോ ആ 11.5 ലക്ഷം നമുക്ക് ലോൺ, നല്ല സിബിലുള്ള ആളാണെങ്കിൽ നമുക്ക് ആ 11.5 ലക്ഷം ലോൺ, നല്ല ITR ഫയൽ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഫുൾ ലോൺ കയറുന്ന പറഞ്ഞത്. അപ്പോ ആവശ്യക്കാണെങ്കിൽ സെക്കൻഡ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളാ. ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ. അപ്പൊ ബാണാൻ വിളിച്ചോ. അവസാനമായി ഒരു ഡബിൾ കളറിൽ വരുന്ന ഒരു ഇറ്റിയോസ് ലിവ, ഇതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഫുള്ള് കണ്ടോളൂ കേട്ടോ. ചെറിയ പൈസ കിട്ടും ഈ സാധനം. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ ലത്തുക്കാന്റെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. മൂപ്പര് ലൊക്കേഷന് അയച്ചു തരും കേട്ടോ. പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന ഏതെങ്കിലും റയർ പീസൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരോട് വിളിച്ച് ചോദിച്ചാൽ മതി. അതല്ലാതെ ലോ ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ ഒക്കെ മൂപ്പര് ഉള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ വണ്ടി തരുള്ളൂ. അപ്പോ ലത്തുക്ക ഇതൊന്ന് പരിചയപ്പെട്ട് കൊടുക്കല്ല. ഇത് 2016 വീഡിയാണോ? വീട്, ബാക്ക് വൈപ്പർ, അലൈവീല്, എയർ ബാഗ്, ABS ഒക്കെ എല്ലാം തികഞ്ഞ നല്ല സീറ്റ് കവർ, മെക്കാനിക്കല്, ഇഞ്ചിന് കാര്യങ്ങള്, ബോഡി ഒക്കെ ഫുള്ള് ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 4,10,000
80,000 റുപ്യ കൊടുക്കും. 480. 2016 ഇറ്റിയോസ് ലീവ് ആണ്. 480 തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.